നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആപ്സ് എങ്ങനെയാണ് ലോഗിൻ ആക്കുന്നത് അതാണ് കണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ ആപ്സിൽ എന്തൊക്കെ ചെയ്യാം, സിയിൽ പോയിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. മെയിനായിട്ട് സിയിൽ പോയിട്ട് ബാക്കി എന്ത് കാര്യവും നമുക്ക് ആപ്സ് വഴി അയക്കാവുന്നതാണ്, നോ പ്രോബ്ലം. മുമ്പ് ചെയ്ത പോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ആക്കുക. അതിനുശേഷം ഹോം പേജ് വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഹോം, പേഴ്സണൽ അങ്ങനെ ഓപ്ഷൻസാണ്. അതിൽ പേഴ്സണൽ നിൽക്കുക. പേഴ്സണൽ നിൽക്കുമ്പം തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും താഴെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ഈ ആപ്ലിക്കേഷനിലാണ് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ലീവിൻ്റെ ആയിരുന്നാലും PFൻ്റെ ആയിരുന്നാലും നമുക്കിപ്പോൾ ഒരു ജനറലായിട്ടൊരു ആപ്ലിക്കേഷൻ അയക്കുന്നെങ്കിലും അത് നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ ജനറൽ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം, നമുക്ക് HR ആണോ, നമുക്കിപ്പോൾ മെഡിസെഫിൽ ആളെ ആഡ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാൻ കഴിയും. അവിടെ വരുമ്പോൾ തന്നെ മെയിനായിട്ട് അവിടെ പെൻ നമ്പർ, നെയിമും ജനറൽ നമ്പറും എല്ലാം ചോദിക്കും. അതെല്ലാം എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, പിന്നെ നമ്മുടെ ഓഫീസ് ഏതാ, അത് സ്ഥലം എവിടെയാണ്, അതൊക്കെ എൻ്റർ ചെയ്യുക. പെന്നും നെയിമും എല്ലാം അവിടെ ഓൾറെഡി ഉണ്ടാവും, ബാക്കി എൻ്റർ ചെയ്യുക. പിന്നെ കണ്ടൻറ്റാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അവിടെ സല്യൂട്ടേഷൻ നമുക്ക് സാറെന്നാണ് ടൈപ്പ് ചെയ്യാം. അടുത്ത് ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷയം എന്താണ് അത് നമ്മൾ ഹെഡിങ്ങിലോട്ട് കൊടുക്കുക. ഓക്കെ, അതൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് കൊടുത്തേ കഴിയുള്ളൂ. പിന്നെ സബ്ജക്റ്റും ഹെഡിങ് എല്ലാം സെയിം ആണ്. അപ്പോൾ സെയിം ആയിട്ട് സബ്ജക്റ്റിൻ്റെ അവിടെ ഹെഡിങ് എന്താ കൊടുത്താൽ അത് കൊടുത്താലും മതി, നോ പ്രോബ്ലം. അടുത്ത് റെഫറൻസ് എന്ന് വെച്ചാൽ നില്ല് കൊടുക്കുക. എന്താ വെച്ചാൽ അതൊക്കെ മാൻഡേറ്ററി ആണ്. സോ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തേ പറ്റുള്ളൂ. സോ നില്ല് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. അടുത്തത് കണ്ടൻറ്റ്. നമുക്ക് എന്താ ആവശ്യം അത് ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സ് നമുക്ക് മലയാളത്തിലാണ് നല്ലൊരു ഓപ്ഷൻ. എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും, കുറച്ച് സുതാര്യമാണ്. സോ മലയാളം ഓപ്ഷനായിരിക്കും നല്ലത്. സോ മലയാളം ടൈപ്പ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. സോ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക മലയാളത്തിൽ. അത് നല്ലൊരു ഓപ്ഷനായിരിക്കും മലയാളം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും എനിക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ കഴിയത്തുള്ളൂ. കുറച്ച് താഴോട്ട് വരുമ്പോൾ നമ്മൾ അഡ്മിൻ ഓഫീസ്, കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ അഡ്മിൻ ഓഫീസ് എവിടെയാണ് അത് ചെയ്യുക. പിന്നെ സബ് ഓഫീസ്, അങ്ങനെ കുറച്ച് കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സീറ്റ് അപ്രൂവ് സീറ്റ് എങ്ങോട്ടാണ്, നമ്മൾ ഓഫീസ് എവിടെയാണ്, അത് നമ്മൾ CSO എന്താ വെച്ചാൽ അത് കൊടുത്താൽ അറിയാമല്ലോ. സോ അതിനുശേഷം അറ്റാച്ച്. അവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ, ഇതിൻ്റെ കണ്ടൻറ്റ് എന്താ അതനുസരിച്ചുള്ള ഫയൽസ് അത് അറ്റാച്ച് ചെയ്യുക. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നമുക്ക് ഫയൽസിൽ നിന്ന് എടുക്കാൻ കഴിയും, നമ്മൾ ഫോണിൽ നിന്ന്, എനിത്തിങ്, കമ്പ്യൂട്ടർ എനിത്തിങ്. ഓക്കെ, സോ ജസ്റ്റ് അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് സേവ് എന്ന് പറഞ്ഞ ബട്ടൺ വരും. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഹോമിലോട്ട് വരുക, പേഴ്സണൽ, പിന്നെ ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ഓപ്ഷനായ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടോ, ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഇപ്പം ചെയ്തതാണ്. മുമ്പ് ഞാൻ ചെയ്തതാണ് രണ്ടാമത് കിടക്കുന്നത്. കുറച്ചും കൂടി ഈസിയാണ്, നമ്മൾ മാനുവലി ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഈസിയാണ് ആപ്സ് വഴി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പോവുക. പക്ഷേ എനിക്കത് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. സോ ഞാൻ ഡിലീറ്റ് കണ്ടില്ലേ. പിന്നെ നമുക്ക് വീണ്ടും ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ഹോം പേജ് എടുത്തിട്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും പരമാവധി ആപ്സ് യൂസ് ചെയ്യാൻ നോക്കുക, കുറച്ചും കൂടി ഈസിയാണ്, പിന്നെ കുറച്ച് സ്പീഡാണ്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഓഫീസിലോട്ടോ എന്തെങ്കിലും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഫുള്ളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ ഹോം പേജിൽ തന്നെ എല്ലാം കാണാൻ കഴിയും, നമ്മുടെ അപ്ഡേറ്റ്സ് എന്തായി. സോ എല്ലാവരും യൂസ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.